ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ്. നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും പ്രോൺസ് ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. പ്രോൺസിന് പൊതുവേ ചില മീനൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കും ഈ പ്രോൺസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോൺസ് വെച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൊരു ചില്ലി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്നാൽ കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 250 ഗ്രാം പ്രോൺസ് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ചെറിയൊരു ടൈപ്പ് പ്രോൺസ് അല്ല, കുറച്ചൊരു വലിയ ടൈപ്പാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചോണ്ട് അതിൻ്റെ ഒരു കളറൊക്കെ അങ്ങനെയുള്ളൊരു പ്രോൺസ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾ സോയാ സോസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡാർക്ക് സോയാ സോസോ ലൈറ്റ് സോയാ സോസ് ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ചെറുനാരങ്ങ നീര്, ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസുമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറൊക്കെ നമ്മളൊന്നിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പം നമ്മൾ പ്രോൺസ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കോൺഫ്ലോർ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെളിച്ചെണ്ണ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ആ ഒരു കോൺഫ്ലോറും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് കട്ട് ചെയ്യിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേറെ ആയിട്ടൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തൊടാത്ത രീതിയിലൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്നിങ്ങനെ ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു ചെമ്മീലുള്ള ഒരു കോട്ടിംഗ് ഒക്കെ ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ 2-3 മിനിറ്റ് ഒന്നും ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് അവിടെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പം നമ്മളിത് മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ കുറച്ച് സമയം കഴിഞ്ഞ് മറിച്ചിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മളൊന്നിങ്ങനെ കോരിയെടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ഒന്നിങ്ങനെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ്, ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്ര തന്നെ എണ്ണ എടുത്തിട്ടേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് 3 കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യൂബായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില്ലി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് സാധാരണ നീളത്തിൽ വേണമെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചോപ്പ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു ഭംഗിയൊക്കെ കിട്ടും നമ്മൾ ഇതുപോലെ ആ ഒരു സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം പകുതി എടുത്തിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ബാക്കി പകുതി ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പൊടിയായിട്ട് അരിഞ്ഞ് നന്നായിട്ട് അതിലേക്ക് അങ്ങ് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി അതിലേക്ക് അങ്ങ് കാണുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ ഒന്നിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ചെമ്മീൻ നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യേണ്ട സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളകോ അല്ലെങ്കിൽ വറ്റൽമുളക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒരു സോസ് പോലെ ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ രണ്ടും കൂടെ നല്ല രീതിയിൽ ആ ഒരു വെജിറ്റബിൾസിലൊക്കെ പിടിക്കും കേട്ടോ. നമുക്കല്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ആ രണ്ടും കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്.
പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സോസൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയ സമയത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, നമ്മൾ സോയാ സോസിൽ നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഒരു പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്റർ അധികം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കോൺഫ്ലവറും കുറച്ചൊന്നിങ്ങനെ വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മാരിനേറ്റ് ചെയ്തത് തന്നെ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു ചെറുനാരങ്ങ നീരും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബാറ്റർ തന്നെയാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കും. കോൺഫ്ലവർ ആകുന്ന സമയത്ത് കട്ടിയാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കങ്ങനെ ഒരു എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ചേർത്ത് കൊടുത്താലും നമ്മളിങ്ങനെ ഈ ഒരു കറി തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി അങ്ങ് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ ലൂസായിട്ട് നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നവരെ നമ്മളൊന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് ആക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ടൊമാറ്റോ റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചേർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ ആ ഒരു ചില്ലിയൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പം ഇതുപോലെ കുറച്ച് കളറ് ചേർത്തുണ്ടാവില്ല, അപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് ആ ഒരു കോൺഫ്ലവറൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഗ്രേവിയൊക്കെ എല്ലാ ഭാഗത്തേക്കും, ആ ഒരു പ്രോൺസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണ് ആ ഒരു ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് തിക്കായിട്ടും അല്ല കേട്ടോ, കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ചൂടാറുന്ന സമയത്ത് കുറച്ചൊരു നല്ല പാകത്തിനായിട്ട് തന്നെ വരും. അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു പ്രോൺസ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രോൺസ് ചില്ലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറിനൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. പൊറോട്ടയുടെ കൂടെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ഭംഗിയും അതേ ഒരു ടേസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പ്രോൺസ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ല ഷൈൻ ചെയ്യാൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഐറ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഒരു നല്ല അതിൻ്റെ അകത്ത് നല്ല കുക്കായിട്ടുണ്ട്, പുറത്ത് ആ ഒരു കോട്ടിങ് നല്ലൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ട് ആ ഒരു സോസിലൊക്കെ കിടന്നിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.